ഓർത്ത് എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവദാസന്മാരെ, ദൈവങ്ങളെ, നമ്മൾ ദൈവത്തിൻ്റെ പരമ്പരയിലേക്ക് ഇന്ന് രാത്രി പോവുകയാണ്. ഗുജറാത്തിൽ നിന്ന് ദാസനെ കാണാൻ സാധിച്ചത് സന്തോഷം. We are learning from the book of Revelation, and the main theme of the book is in chapter 1 verse 7. Behold, he comes with clouds. Every eye shall see him, even those who pierced him. So it explains the coming of the Lord Jesus Christ. And we have already said the purpose of that coming. It is to establish His kingdom. In fact, God's purpose is always establishment of the kingdom of God. He wanted, even in the Old Testament, that people understand that God reigns everywhere. And this was made known even to the greatest emperors of the world. It was always proved that God reigns. Then the whole world must understand that He is the king and He must rule. So now what God is doing is establishing His kingdom. We are His kingdom now. People who have voluntarily accepted Him as the king and surrendered their lives to God, they are His kingdom today. Really. He rules us. As I said the other day, in every area of life, He rules. It's a total rule. So a group of people have accepted Him as the king and He rules in them. But the rest of the world, they are not accepting Him. They are not subjected to His authority. They do not surrender to that. But God wants the whole world to be under Him, and He's coming to establish His kingdom in the whole universe. That is the subject matter of the book of Revelation. We are talking about the process in which He established His kingdom. The process. അതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ദൈവരാജ്യം സ്ഥാപിക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ പ്രോസസ്, നടപടിക്രമം. അതില് യേശു വന്നു കഴിഞ്ഞിട്ട്, yesterday we talked about the big inaugural meeting of the future. And then following it, ആ inaugural meeting കഴിഞ്ഞാൽ ദൈവരാജ്യം ഇന്ന് സ്ഥാപിക്കണമെങ്കിൽ വോളണ്ടറി ആയിട്ട് ഇന്ന് ആളുകൾ സമ്മതിക്കുന്നവർ അങ്ങനെ സ്ഥാപിക്കുന്നു. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ശക്തിയും അധികാരം ഉപയോഗിച്ച് കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ട്, there is an usurper living here. And he says this is his. He even said to Jesus, it is the devil. He has occupied the whole world. He controls large number of people in the world. So he rules it. So he's an usurper. He must be put out. That is the main thing that Jesus will do immediately after He comes for His church. സഭയ്ക്ക് വേണ്ടി വന്നിട്ട് അടുത്ത നടപടി ഈ കുടികിടപ്പുകാരനെ പുറത്താക്കുക, അവൻ ആളുകളെയും പുറത്താക്കുക എന്നതാണ്. അതിൻ്റെ പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞത്. അത് 3 കാര്യമാണ് നമ്മൾ പറഞ്ഞത്. 3 നടപടികളിലൂടെയാണ് ഇത് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം 7 മുദ്ര, രണ്ടാമത്തെ കാര്യം 7 കാഹളങ്ങൾ, മൂന്നാമത്തെ കാര്യം 7 ക്രോധകലശം. വാസ്തവത്തില് എല്ലാം മുദ്രയുടെ ഭാഗമാണെന്ന് പറയാം. ഇതെല്ലാം, അതായത് ഇപ്പൊ നിങ്ങൾ ആ വേദഭാഗം ഒന്ന് പരിശോധിച്ചാൽ, ആറാം അധ്യായത്തിലാണ് മുദ്രകൾ പൊട്ടിക്കുന്ന കാര്യം പറഞ്ഞത്. Chapter 6, opening the seal. 6 മുദ്ര പൊട്ടിക്കുന്ന കാര്യം 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. 7-ാം അധ്യായത്തിൽ അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു.
എന്നിട്ട് 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കൂ. Chapter 8 verse 1. ഏഴാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗ്ഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. അപ്പൊ 7-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോ പ്രത്യേകിച്ച് ന്യായവിധിയൊന്നും ഉണ്ടായിട്ടല്ല കാണുന്നത്. 7 കാഹളമുള്ള 7 ദൂതന്മാരെ കണ്ടു. അതെടുത്ത് അവരുടെ കയ്യിലോട്ട് കൊടുത്തു. So that is part of the 7th seal. It is another set. ഏഴിന്റെ വേറൊരു സെറ്റാണ് ഏഴാമത്തെ മുദ്ര പൊട്ടിച്ചിട്ട് ഇതാ സംഭവിച്ചത്. അങ്ങനെ 7 കാഹളങ്ങൾ ഊതി. 7-ാമത്തെ കാഹളം ഊതി കഴിഞ്ഞപ്പോൾ chapter 11 verse 15, what happened in the 7th trumpet? പറയുന്നത് ലോകരാജ്യം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തൊടുത്തിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാഘോഷം ഉണ്ടായി. എന്നിട്ട് verse 19, അതിനെ തുടർന്ന് അല്പ കാര്യം പറഞ്ഞിട്ട് verse 19 വായിച്ചേക്കാം. അപ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവാലയം തുറന്നു. അവന്റെ നിയമപെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കൽമഴയും ഉണ്ടായി. എന്നിട്ട് ഇനി 15-ാം അധ്യായത്തിലേക്ക് പോകാമോ? Chapter 15 verse 5 and onwards. ഇതിന്റെ ശേഷം സ്വർഗ്ഗത്തിലെ സാക്ഷ്യ കൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു. കണ്ടില്ലേ? മറ്റേത് എന്ന് തന്നെ കണ്ടി എന്ന് പറയുക. സ്വർഗത്തിലെ സാക്ഷ്യ കൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു. എന്നിട്ട് what happened? 7 പാതിയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ശണവസ്ത്രം ധരിച്ചും മാറത്ത് പൊന്തച്ച കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അപ്പൊ അതിന് സംഭവിച്ചപ്പോൾ അടുത്ത ഒരു സെറ്റ് എടുത്ത് ഇവരോട് കൊടുക്കുക. 7 ബാധയുള്ള 7 ദൂതന്മാര്. അതാണ് താഴോട്ട് പറഞ്ഞത്. അപ്പോൾ 4 ജീവികൾ ഒന്നേക്ക് ജീവിച്ചിരിക്കുന്ന അപ്പോൾ 4 ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. ഓക്കെ. അപ്പൊ 7-ാമത്തെ കാഹളം ഊതിയപ്പോൾ അടുത്ത സെറ്റ് എടുത്തു കൊടുത്തു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 7 മുദ്രയുടെ ഭാഗമാണ് എല്ലാം ടോട്ടലി. ഒന്നുകൂടെ പറയാണ്, 7-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോ 7 കാഹളങ്ങൾ എടുത്തു കൊടുത്തു. അത് ദൈവത്തിന്റെ യുദ്ധങ്ങളാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ആ 7-ാമത്തെ കാഹളം ഊതിയപ്പോഴ് സംഭവിക്കുന്നത് 7 ക്രോധകലശം എടുത്ത് 7 ദൂതന്മാരെ. So actually this is one of the same but a continuation. ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ട് പറയാൻ നമുക്ക് നേരമില്ല. ഇത് പ്രധാനമായിട്ടും ദൈവം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ കുടികടപ്പുകാരെ പുറത്താക്കാനുള്ള ഒരു നടപടിയാണ്. അത് ജഡ്ജ്മെന്റ് വഴിയാണ്. എന്നിട്ട് വേണം ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കാൻ. കുടികടപ്പുകാരെന്ന് പറഞ്ഞാൽ പിശാച് ആർക്കെല്ലാം കൊടുത്തിരിക്കുന്നത് അവരെല്ലാം കുടികടപ്പുകാരാണ്. ബിക്കോസ് നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ, ദൈവം ഈ ഭൂമി ഉണ്ടാക്കിയത് വിശുദ്ധന് താമസിക്കാൻ വേണ്ടിയാണ്, പാപിക്ക് താമസിക്കാൻ വേണ്ടിയല്ല. ഇത് വിശുദ്ധന്മാർക്ക് വേണ്ടി അവസാനം ഏൽപ്പിക്കപ്പെടുകയും ചെയ്യണം. ആ വാക്യങ്ങളെല്ലാം നമ്മൾ നോക്കിയതാണ്. Therefore, ഈ കുടികടപ്പുകാരെ പുറത്താക്കുന്ന നടപടിയിൽ 7 മുദ്രകളുടെ കാര്യമാണ് 6-ാം അധ്യായം പറയുന്നത്. വേഗം ഓടിച്ചൊന്ന് നോക്കി. ഞാൻ നല്ല വ്യാഖ്യാനിക്കല്ല, വിശദമായ കാര്യങ്ങളൊന്നും അതിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നില്ല. ഒന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രം ചെയ്യാം. ഒന്നാമത്തെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ദിവസം. ഇറ്റ് ഈസ് ദ റൈസ് ഓഫ് എ യൂണിവേഴ്സൽ റൂളർ, ദി ആന്റൈക്രൈസ്റ്റ്. അന്തിക്രിസ്തുവിന്റെ എഴുന്നേൽപ്പിനെ സംബന്ധിച്ചാണ് ഒന്നാമത്തെ ന്യായവിധിയും 1-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോ സംഭവിച്ച കാര്യം എന്ന് പറയും. 2-ാമത്തെ കാര്യം ആണ് പറയുന്നത് ചുവന്നതായ ഒരു കുതിര പ്രത്യക്ഷപ്പെട്ടു. വേഴ്സ് 3-4. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവനെ മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുന്നതിന് അധികാരം ലഭിച്ചു. അതാണ് അവൻ എഴുതിയ അധികാരം. ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ. It takes away peace from the earth. എത്രത്തോളം സമാധാനം എടുത്തു കളഞ്ഞു നോക്കും. മനുഷ്യർ അന്യോന്യം കൊല്ലാൻ തക്കവണ്ണം സമാധാനം എടുത്തു കളയും. It's a removal of peace. മനുഷ്യന് സമാധാനം നഷ്ടപ്പെട്ടാൽ ബാലൻസ് തെറ്റും. മെന്റൽ ബാലൻസ് തെറ്റും. മെന്റൽ ബാലൻസ് തെറ്റിയാൽ മൂത്തതിന്റെ പേരാണ് ഭ്രാന്ത് എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന് ഭ്രാന്ത് വന്നാൽ
പിന്നെന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ദയവായിട്ട് വേണ്ടത് ഇവിടെ സംഭവിക്കുന്ന കാര്യം, രാത്രി മുതൽ എല്ലാവരും അന്യോന്യം കൊല്ലുക, ഭൂമി മുഴുവൻ ഒരു കൊലക്കളമായി മാറുകയാണ്. Peace taken away. God has his reason for that. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, I give my peace, I leave my peace with you. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോയി. You take it as much as you want. It was offered to everybody. പക്ഷെ ബഹുഭൂരിപക്ഷം പേരും അംഗീകരിച്ചില്ല. അവർ സമാധാനം വേണ്ടാകി പിന്നെ അതിന്റെ കാലം കഴിഞ്ഞു. It's removed. The offer of peace was rejected. Therefore, peace is taken out. അങ്ങനെ ഭൂമിയിലെ മനുഷ്യരെ മുഴുവൻ അന്യോന്യം കൊല്ലുന്ന ഒരു ബാധയാണ് ഇത്. നമ്പർ 3, മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരികയെന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാനൊരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. He has a balance. ഒരു ത്രാസ് ആണ് മലയാളം കൈ പിടിച്ചിട്ട്. ത്രാസ് എന്തിനാണെന്നറിയാമോ? സാധനങ്ങൾ തൂക്കി കൊടുക്കാനല്ലേ. Okay, it's measuring things. Then ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് മൂന്നിടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. അർത്ഥം വേഗം പറയാൻ ഞാൻ ശ്രമിച്ചാൽ, പണം എന്നവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യൻ ജോലി ചെയ്താൽ ഒരു ദിവസം കിട്ടുന്ന ശമ്പളത്തിന് അന്ന് പറഞ്ഞിരിക്കുന്ന ഒരു തുകയാണ്. ഇറ്റ്സ് denarius. It's a Roman denarius. It was the wages of a man for a day. അത് കൊടുത്താൽ എന്ത് കിട്ടും? ഒരിടങ്ങഴി ഗോതമ്പ് അല്ലെങ്കിൽ 3 ഇടങ്ങഴി യവം. ഇടങ്ങഴി എന്നതും നിങ്ങൾ വേദപുസ്തകത്തിലെ ഭാഷയിൽ പരിശോധിച്ചാൽ ഇസ്രായേലിന്റെ മന്ന ഉണ്ടല്ലോ, ഓർമ്മയില്ലേ? ഒരാൾക്ക് എത്ര മന്ന വെച്ചോളൂ? ഒരാൾക്ക് ദിവസത്തേക്കുള്ളതല്ലേ കൊടുക്കുള്ളൂ. പിറ്റേ ദിവസത്തേക്കുള്ളത് ശേഖരിച്ച് വെച്ചാൽ ഒക്കത്തില്ലല്ലോ. ഒരു ദിവസത്തേക്ക് കൊടുത്താൽ മന്ന ഒരിടങ്ങഴി. അപ്പൊ ഒരാൾക്ക് കഴിക്കാനുള്ള ആഹാരമാണ്. അതിന്റെ അർത്ഥം ഒരാൾ ജോലി ചെയ്താൽ തനിക്ക് മാത്രം കഴിക്കാനുള്ള ആഹാരം, വേറെ ആർക്ക് ഷെയർ ചെയ്യാനുള്ളത് ഇല്ല. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കണം, ഒരു രാജ്യം സമ്പന്നവും വേറൊരു രാജ്യം പാവപ്പെട്ടവും എന്നുള്ള സ്ഥിതി നേരത്തെ മാറ്റി. അതിനാണ് സർക്കാരിന് മാറ്റിയത്. ലോകത്തിൽ എല്ലായിടത്തും ഒരേ ശമ്പളം, സാധനങ്ങൾക്ക് ഒരേ വില. സോ അഖിലാണ്ടം മുഴുവനും ഭയങ്കര ക്ഷാമത്തിലാണ്. ഫാമിൻ. And nobody can help. ദൈവം മഴ കൊടുത്തില്ലെങ്കിൽ, കൃഷിശാസ്ത്രം എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാലും what can man do? They can plant a seed, but only God can give rain to it. ദൈവം ഇന്ന് മഴ കൊടുക്കാൻ കാരണം he has his people here. അവർക്ക് കൊടുക്കണം. അവർ കൊടുക്കുന്ന വഴിക്ക് എല്ലാവർക്കും കൊടുക്കും. അതിനകത്ത് പിന്നെ ദൈവം മുഖപക്ഷം കാണിക്കുന്നില്ല. എന്നാൽ അന്ന് അവന്റെ ആളുകൾ പോയി. So he has no obligation to give rain or to the sunshine to the people. So there is going to be terrible famine in which people die because of famine. And the next one, നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരികയെന്ന് 4ആം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. പാതാളം അവനെ പിന്തുടരും. അവന്റെ പേര് തന്നെ മരണം. His name is death and the grave follow him. That means പോകുന്നിടത്തെല്ലാം കുഴി കുഴിച്ച് ആളെ കുഴിച്ചിടുക. Again, it's death. Death. എങ്ങനെയാ കൊല്ലുന്നത്? വാളുകൊണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, അത് തുടരുന്നു. അടുത്തത് ക്ഷാമം, അതിപ്പോ പറഞ്ഞത്. പകർച്ചവ്യാധി. ക്ഷാമത്തിന്റെ അനന്തരഫലമാണ് ലോകത്തിൽ മിക്കപ്പോഴും പകർച്ചവ്യാധി. Plagues, result of famine. എന്നിട്ട് ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും മനുഷ്യരെ കൊല്ലാൻ കൽപ്പന കൊടുത്തു. ഇന്ന് ഈ കാട്ടുമൃഗങ്ങൾ കാട്ടിക്കിടക്കുന്നത് മനുഷ്യരെ പിടിച്ചിരുന്നല്ല, ഇറങ്ങി വരുന്നതെന്ന് ദൈവം പറഞ്ഞതുകൊണ്ട് ഇറങ്ങി വരാതിരിക്കുകയാണ്. അതെല്ലാം ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയാൽ മനുഷ്യരോട് കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ചിലപ്പോൾ പറയും, ഇത് പൊതുവെ ലോകത്തിൽ വന്യമൃഗങ്ങളെ കൊല്ലരുത് നിയമമാണ്.
എന്നും കൊല്ലാൻ പാടില്ല. ഇതിനെല്ലാം സൂക്ഷിച്ചിരിക്കുക. എന്തിനാണെന്ന് സർക്കാരിന് അറിയില്ല. നാട്ടിലെ മനുഷ്യരെ കൊല്ലാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന സംവിധാനമാണ്. അപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കണം ഒന്നിനെ കൊല്ലണ്ട, ന്യായവിധി ദിവസം വരുമ്പോ മനുഷ്യരെ കൊല്ലാൻ വേണം. എന്നിട്ട് എത്ര മനുഷ്യർ മരിക്കുന്നു നോക്കും. ജനസംഖ്യയിൽ 1/4 ഈ ഒരു ന്യായവിധി കൊല്ലുന്നത്. 1/4 of the population will be destroyed by this one judgment. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊന്നുകളവാൻ ഭൂമിയുടെ 1/4 അധികാരം ലഭിച്ചു. അടുത്തത്, അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു എന്നാണ് വിശദീകരണം. എല്ലാം നോക്കി നമുക്ക് പറയാനുള്ള നേരെ ഇല്ലാത്തതുകൊണ്ട് അത് പഴയ നിയമത്തിലൊരു ചിത്രമാണ്. പഴയ നിയമത്തില് പാപയാഗത്തിന്റെ രക്തം യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം എന്നായിരുന്നു നിയമം. അതുപോലെ ഇവിടെ രക്തം ജീവനാണ്. അപ്പൊ ഇവിടെ ഈ യാഗപീഠത്തിന്റെ കീഴിൽ അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ. അറുക്കപ്പെട്ടവർ എന്ന് പറയുന്നത് മഹോപദ്രവകാലത്തെ കാര്യമാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ. അപ്പൊ ആ കാലത്തും യേശുവിന്റെ ആളുകൾ പോയി കഴിഞ്ഞാലും കുറച്ചു പേര് പിന്നെയും രക്ഷപ്പെടും. അന്ന് രക്ഷിക്കപ്പെടാൻ സൗകര്യം വന്നോ നാളെ ചോദ്യം ഉണ്ടാവാം. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വേഗം കാര്യം പറഞ്ഞ അന്ന് പ്രസംഗം ഒത്തിരി ഉണ്ടായിട്ടൊന്നും അല്ല. എന്തായാലും ഈ ഇരിക്കുന്ന വിവരം അറിഞ്ഞെല്ലാരും പോകത്തില്ലല്ലോ. കുറച്ചുപേരെന്തായാലും ഇവിടെ കാണും. ഒരുങ്ങിയിരിക്കുന്നവരെ അവന്റെ കൂടെ പോകും. എല്ലാം എന്തുകൊണ്ടാലും പോകുന്നു പറയാൻ പറ്റൂ. സുവിശേഷം കേട്ടാലും പോകുന്നു പറയാൻ പറ്റൂ. അപ്പൊ യേശു വന്നു പോയാൽ ഉടൻ ആളുകൾക്കെല്ലാം ബോധ്യമാവും യേശു വന്നു പോയി അവന്റെ ആളുകൾ പോയി എന്നുള്ളത്. അപ്പൊ പിന്നറിയാം സമയമായി, ഇനി ന്യായവിധിയാണ്, തീപ്പൊയ്കയാണ്. അത് കണ്ടപ്പോഴെങ്കിലും ദൈവമേ പിന്നെ അത് തീരുമാനിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, തീരുമാനിച്ചാലും ജീവിക്കാൻ പറ്റില്ല. അവരുടെ ഭരണാധികാരി കൊല്ലും. അതാണ് അടുത്ത് പറയുന്നത്. 6 മുതൽ പൊട്ടിച്ചപ്പോൾ ഈ സോളാർ സിസ്റ്റത്തിന് ആകപ്പാടെ പ്രശ്നങ്ങളുണ്ടാകും. എന്താ പറഞ്ഞിരിക്കുന്നത്? സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. വേഴ്സ് 12. 6 മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തക ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറക്കി. അപ്പൊ ഈ നേച്ചർ വിൽ ബി അഫക്റ്റഡ്. സൂര്യന്റെ ബാധ കെട്ടുന്നു, ചന്ദ്രന്റെ ബാധ കെട്ടുന്നു, നക്ഷത്രങ്ങളുടെ ബാധ കെട്ടുന്നു, പ്ലസ് ഭയങ്കര ഭൂകമ്പം ഉണ്ടാവും. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ മലകളോടും പാറകളോടും പറയുകയാണ്, ഞങ്ങളുടെ മേൽ കൂടെ വീണ് ഞങ്ങളെ കൂടെ കൊല്ലി. കാരണം ഈ വരുന്ന ന്യായവിധികൾ താങ്ങാനുള്ള കഴിവില്ല. കണ്ടില്ല, കൊന്നു ഇടുക. ആ terrible judgments കാണുമ്പോൾ അവർ പറയുകയാണ്, fall on us, you rocks, you mountains, kill us also, because we are not able to stand the wrath of God and of the Lamb. അപ്പൊ ജനത്തിന് ബോധ്യമാവുന്നു ഇത് ദൈവത്തിന്റെ ഭയങ്കരമായ ന്യായവിധിയാണ് എന്ന് ബോധ്യമായി. പക്ഷെ മനസ്സന്തരമില്ല. They don't get saved. Then 7 മുദ്ര പൊട്ടിക്കും. 8-ാം അധ്യായത്തിലേക്ക് വരും. 7 മുദ്ര പൊട്ടിച്ചപ്പോഴ് 7 കാഹളങ്ങൾ കൊടുക്കപ്പെടുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് അവസരം നമ്പേഴ്സ് chapter 10 verse 9 എടുത്തിട്ട് നമ്മൾ പറഞ്ഞു. It's God's declaration of war to the inhabitants of the world. യുദ്ധത്തിന് പോകുമ്പോൾ കാഹളം ദൈവം യുദ്ധം പ്രഖ്യാപിക്കുക. ഈ യുദ്ധം എന്ന് പറയുന്നത് മനുഷ്യന്റെ ബേസിക് നെസസിറ്റീസ് നിർത്തലാക്കുന്ന യുദ്ധമാണ്. മനുഷ്യന്റെ ബേസിക് നെസസിറ്റീസ്, ഫുഡ്,
വാട്ടർ, സൂര്യപ്രകാശം. ഇങ്ങനെ മനുഷ്യന് അടിസ്ഥാന ആവശ്യങ്ങളെ ദൈവം നിർത്തലാണ്. അത് ദൈവത്തിന് കൊടുക്കാൻ പറ്റും, വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. ബേസിക് നെസസിറ്റീസ് ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. So it's God's war against man of that time. Because of deliberate disobedience and disregard to the word of God. Deliberate disobedience. Excuse me. എത്ര കണ്ടിട്ടും മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയില്ല. സോ 7 യുദ്ധങ്ങൾ ഇവിടെ മനുഷ്യനോട് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ബേസിക് നെസസിറ്റീസ് ആണ് അവിടെ എല്ലാം നിർത്തലാക്കുന്നത്. അതും we are not looking in detail, but വേഗം നോക്കിയാൽ verse 7 of chapter 8, ഒന്നാമത്തെ വിനോദി. രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. വാസ്തവത്തിൽ ഈ ന്യായവിധികൾ താഴോട്ട് നോക്കിയാൽ മിസ്രയീമിൽ ദൈവം അയച്ച ന്യായവിധികളുടെ ഒരാവർത്തനമാണ് അത് മിക്കത്. It's a repetition of the judgment that came upon Egypt in the book of Exodus. Same thing, മിക്കത്. ഇവിടെ നോക്കൂ, അവിടെയും കൽമഴയുണ്ടായിരുന്നു. മിസ്രയീമിൽ ബാക്കിയും ഒന്ന് കൽമഴയായിരുന്നു. ഇവിടെയും കൽമഴയും തീയും. തീ എന്ന് പറഞ്ഞാൽ ഈ ഈ കൊല്ലിയാനും മിടിയൊക്കെ കൊണ്ടിരിക്കുന്നതിന് ഒരു ഇലക്ട്രിക് പവർ കൂട്ടി കൊണ്ട് കൊടുത്തിട്ടാൽ ആണ്ടുതോറും എന്തുമാത്രം ദേശമാണ് കാലിഫോർണിയയിൽ കത്തിപ്പോകുന്നത്. എവറി യൂസ് ചെയ്താൽ അപ്പൊ രക്തം കാരണം കൽമഴയും തീയും ഭൂമിയിൽ പെയ്തിട്ട് സംഭവിക്കുന്ന കാര്യം, ദ ഹോൾ വെജിറ്റേഷനിൽ 1/3 വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. That means ആ ഒരു സീസണിലെ കൃഷി മൊത്തം വെന്തുപോയി. Every vegetation, every crop is burned for a season. അത് പിന്നെയും വരുത്തുന്നത് ക്ഷാമമാണ്. നേരത്തെ ഇരുന്ന ആഹാരമേ പിന്നുള്ളൂ, ആ ഒരു സീസൺ ഉണ്ടായിട്ടില്ല. ദിസ് ഇസ് എ യൂണിവേഴ്സൽ ഫെനോമെനൻ. രണ്ടാമത് വരുമ്പോഴ് ആദ്യം വെജിറ്റേറിയൻസിനെ പിടിക്കുന്നു, രണ്ടാമത് നോൺ വെജിറ്റേറിയൻസിനെ പിടിക്കുന്നു. അടുത്ത നോക്കിക്കോളൂ. രണ്ടാമത്തെ ദൂതനൂതി, അപ്പോൾ തീ കത്തുന്ന മൺമല പോലെയൊന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. മിസ്രയീമിൽ സംഭവിക്കില്ലേ? വെള്ളം രക്തമാക്കിയില്ലേ? കടലിൽ 1/3 രക്തമായി. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. അതാണ് നോൺ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞത്. സീ ഫുഡ് മൃഗാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമല്ലേ. സോ നോൺ വെജിറ്റേറിയൻസിനെ അഫക്ട് ചെയ്യുന്നു. അവരുടെ ഭക്ഷണത്തിൽ 1/3 ഇല്ലാതാവും. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കപ്പലുകളിൽ 1/3 ചേർന്നു എന്ന് പറയുമ്പോ അത് ലോകത്തിന്റെ ഇക്കോണമി ബാധിക്കുന്നതാണ്. വ്യവസായത്തിന്റെ പ്രധാനപ്പെട്ട ചരക്ക് ഗതാഗതം നടക്കുന്നത് ബഹുഭൂരിപക്ഷവും സമുദ്രമാർഗത്തിലാണ്. അപ്പൊ ചരക്ക് ഗതാഗതം 1/3 ഇല്ലാതായി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഫാക്ടറികളുടെ പ്രവർത്തനങ്ങൾ 1/3 ബാധിക്കപ്പെടും. 3/4 കൂട്ടർക്ക് തൊഴിലില്ലാതാണ്, ലേ ഓഫ്. അപ്പൊ ആഹാരം ഇല്ല, പഴയതേ ഉള്ളൂ. തീവില കൊടുക്കണമെന്ന് വെച്ചാലും there is no job. ഇനിയും അവർക്ക് ഫാക്ടറികളുടെ പ്രശ്നം ബാധിച്ചാൽ അവരിൽ നിന്നാണല്ലോ സർക്കാരിന് ടാക്സ് കിട്ടുന്നത്. സർക്കാരിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കിട്ടണമെങ്കിൽ സർക്കാരിന് വരുമാനം വേണമല്ലോ. So this affects the economy of the world by 1/3 of it. There is no job and there is no food. And the next. മൂന്നാമത്തെ ദൂതനൂതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു, നദികളിൽ 1/3 നീരുറവകളിന്മേലും ആയിരുന്നു വീണത്. It affects the fresh water, drinking water. മാത്രമല്ല നദികളിൽ ഫ്രഷ് വാട്ടർ അതിനെ ബാധിച്ചു. എന്താ സംഭവിച്ചത്? ആ നക്ഷത്രത്തിന്
കാഞ്ഞിരം എന്നു പേർ. Right. വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. Okay. അപ്പോ വെള്ളം മൂന്നിലൊന്ന് കയ്പായി. മനുഷ്യരിൽ ധാരാളം ആളുകൾ ഇത് നിമിത്തം മരിച്ചുപോയി. The drinking water is affected. അല്ലേ, basic necessity. Vegetarian, non-vegetarian, now the drinking water. Okay. Then നാലാമത്തെ ദൂതനൂതി. അപ്പോൾ സൂര്യനിൽ മൂന്നിലൊന്നിനും ചന്ദ്രനിൽ മൂന്നിലൊന്നിനും നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനും ബാധ തട്ടി. അവയിൽ മൂന്നിലൊന്ന് ഇരുണ്ടുപോയി. രാവും പകലും മൂന്നിലൊന്ന് വെളിച്ചമില്ലാതെയായി. ഇന്നത്തെ സിസ്റ്റം ഇന്നത്തെ കാലത്ത് നോക്കിയിട്ട് പറയാം. ഇന്നിപ്പോ സോളാർ എനർജിയുടെ അതിന്റെ ഡെവലപ്മെന്റിന്റെ ഒരു കാലമാണ്. ഇവിടെ ഒത്തിരി വീടുകൾ സോളാർ എനർജി ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നില്ല. അപ്പോ എനർജി ഉത്പാദിപ്പിക്കാനുള്ള സൗകര്യമായ ഒരു വഴി കണ്ടെത്തി ഇതെല്ലാം അങ്ങോട്ട് ചെയ്തു വെക്കുമ്പോ അതിന്റെ മണ്ടയ്ക്കുള്ള ദൈവത്തിന്റെ അടി. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മൂന്നിലൊന്ന് ബാധ പറ്റി, മൂന്നിലൊന്ന് ഇരുണ്ടു പോയപ്പോ അതിന്റെ അർത്ഥം ഇവിടുത്തെ പവർ സോഴ്സ് മൂന്നിലൊന്ന് അഫക്റ്റഡ് ആണ്. Again, it affects the industry. It affects the economy of the whole world. Okay, then. അനന്തരം ഒരു കഴുക് ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം 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 എന്നുറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും. അപ്പൊ ഇതുവരെ സംഭവിച്ചതിന്റെ വെളിച്ചത്തിൽ ഇത് പറയുന്നത് ഇതുവരെ സംഭവിച്ചത് തന്നെ പുറക്കാൻ മേലാത്ത തന്നെയാണ്. Okay, there is no food, there is no drinking water, there is no job, and every terrible situation remains in the land. അപ്പോഴാണ് ഒരു കഴിവ് വിളിച്ചു പറയുന്നത് ഇനി സംഭവിക്കാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം കഷ്ടം. Wow, wow. Terrible things are to follow. What has happened already is nothing in regard to what is coming. And the terrible judgments are to follow. ആ വേദഭാഗം മനസ്സിലാക്കാൻ അത്ര പോലെ പെട്ടെന്ന് അവിടെ കുറെ ഒരു സാധാരണ ഭാഷയല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അത് താഴെ വായിച്ചാൽ ബോധ്യമാണ്. കാരണം താഴെ പറയുന്നു, വേഗം ഓടിച്ചു. 5ാമത്തെ ദൂതനൂതി. അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അത്രയും ശ്രദ്ധിച്ചോ, ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധ രൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അപ്പൊ അതൊരു അവനാണ്, മാസ്കുലൻ. നക്ഷത്രം നടക്കുന്നത് അവന് അഗാധ രൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അഗാധ രൂപം പാതാളത്തിന്റെ അടുത്ത് ദൃശ്യോ താക്കോൽ ലഭിച്ചു. അപ്പൊ അവൻ പാതാളം തുറന്നു. എന്നിട്ട് ഉടനെ പെരുംചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. വെട്ടുക്കിളി. We are familiar with this term, even though we have seen or not. Locusts. വെട്ടുക്കിളി കൂട്ടമായിട്ട് നാട്ടി വരും. അവർ തിന്നുന്നത് പുല്ലാണ്, പച്ചലയാണ്. പക്ഷെ ഇതിന്റെ കാര്യം ബാക്കി വെച്ചോളൂ. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. It should not touch any leaves, any plant. But only inflicts people who do not have the seed of God. അതിന്റെ കൽപ്പന. Then അടുത്തത്, അവരെ കൊല്ലുവാനല്ല 5 മാസം ദണ്ഡിപ്പിക്കാൻ അത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ലാതായി. They want to die, they want to commit suicide. But it will be forbidden for 5 months. Nobody can commit suicide. Because this pain they must suffer. Go ahead.
മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. അപ്പൊ അത് വെട്ടുക്കിളിയാണ് ആയിരിക്കാൻ സാധ്യതയില്ല. ആ പ്രയോഗം നോക്കിയോ, ഞാൻ നേരത്തെ പറഞ്ഞു അലങ്കാര പ്രയോഗം പൊതുവെ ഉണ്ടെങ്കിലും അക്ഷരാർത്ഥം അല്ല എന്ന് വെളിവാകുന്ന തരത്തിൽ അലങ്കാര പ്രയോഗമുണ്ട്. ഇവിടെ വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെയും മുഖം മാനുഷ്യ മുഖം പോലെയുമായിരുന്നു. സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്. പല്ല് സിംഹത്തിന്റെ പല്ല് പോലെ ആയിരുന്നു. ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്. ചിറകിന്റെ ഒച്ച പടയ്ക്കോടുന്ന അനേകം കുതിരത്തേരുകളുടെ ഒച്ച പോലെ ആയിരുന്നു. തേളിനുള്ളതുപോലെ വാലും വിഷുമുള്ളുമുണ്ട്. മനുഷ്യനെ 5 മാസം ഉപദ്രവിപ്പാൻ അതിനുള്ള ശക്തി വാലിലായിരുന്നു. അഗാധ ദൂതൻ അതിന് രാജാവായിരുന്നു. ഈ പറയുന്ന വിശദീകരണം ഒന്നും വെട്ടുക്കിളി കയറുന്നതല്ല. ഒരു വിശദീകരണം വെട്ടുക്കിളി കയറുന്നതല്ല. അതിന്റെ സ്വഭാവവും വെട്ടുക്കിളി കയറുന്നതല്ല. തേള് കുത്തുന്നത് പോലെ മനുഷ്യനെ കുത്താനാണ് ഇതിന് അധികാരം കിട്ടിയിരിക്കുന്നത്. എന്താണ് താഴോട്ട് വായിച്ചു നോക്കിയാൽ അഗാധ ദൂതനത്തിന് രാജാവായിരുന്നു. എവിടെ തുറന്നപ്പോഴാണ് വരുന്നത് പറഞ്ഞിട്ടുണ്ട്. പാതാളം തുറന്നപ്പോഴാണ് അവിടെ നിന്നാണ് വരുന്നത്. അഗാധ ദൂതനാണ് അതിന് രാജാവ്. ഇനിയും ആദ്യത്തെ പ്രയോഗം കൂടെ നോക്കൂ. ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധ രൂപത്തിന്റെ താക്കോൽ ലഭിച്ചു എന്ന് പറയുമ്പോഴേ യെശയ്യാപ്രവചനത്തില് ലൂസിഫറിന്റെ വീഴ്ചയെ കുറിച്ച് പറയുന്ന ഒരു ഭാവം വായിക്കുന്ന എങ്ങനെയാണ്? അരുണോദയ പുത്രനായ ശുക്രൻ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്തു നിന്നു? യു മോർണിംഗ് സ്റ്റാർ, thou morning star, how are you fallen from heaven? ദൈവം പറഞ്ഞാൽ ഈ ലൂസിഫർ പാപം ചെയ്തപ്പോഴ് അവന്റെ കൂടെ സകല ദൂതന്മാരും പാപിച്ചു. എല്ലാവരും വീണുപോയി. അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോഴ് 2 Peter chapter 2 verse 4 verse 5 ഒരു വിഭാഗത്തെ ദൈവം പാതാളത്തിൽ പൂട്ടിയിട്ടു. ഒരു വിഭാഗം 2 Peter 2 4 5 and Jude verse 6 വായിക്കണ്ട. അവിടെ പറഞ്ഞ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിച്ചു. A group is chained, confined in the Sheol. ഒരു വിഭാഗത്തെ സ്വതന്ത്രമായി കിട്ടും. അതാണ് എഫേസ്യർ 6:12 വായിക്കുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. They are acting now. They are working against the gospel. They are creating trouble. They are causing people to sin. And every trouble in the world. They are free. They are set free. ഇത്രയും ഗുണങ്ങളെ പ്രവർത്തിക്കുന്നുള്ളൂ എന്നിട്ട് പോലും ഇവിടെ നേരെ ജീവിക്കണമെന്ന് വിചാരിച്ചാൽ ആർക്കാ പറ്റുന്നത്? ഇപ്പൊ നമ്മുടെ ആയിരുന്നു നല്ല പോലെ ആത്മീയ ജീവിതത്തിൽ തീരുമാനമെടുത്ത് നല്ലൊരു സമർപ്പണം എടുത്തിട്ട് മുമ്പോട്ട് വന്നാൽ പിന്നെ എല്ലാം അങ്ങ് സ്മൂത്ത് ആണോ? കാര്യമായിട്ട് തീരുമാനം എടുത്താൽ അന്ന് കൊണ്ടൊരു ഒരു പ്രശ്നം ഇതെങ്ങനെങ്കിലും പൊട്ടിക്കാൻ വേണ്ടി അല്ല പറഞ്ഞ നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുകേണ്ടോ തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. So a group of angels are set free now. They are working against God, against the gospel, against God's people. They are causing sin and all trouble in the world. പക്ഷേ a vast majority of the angels are in prison now. ഈ ദിവസം വരുമ്പോൾ അവരെ കൂടെ വിട്ടുന്നു. മനുഷ്യൻ ദൈവത്തെ സേവിക്കുന്നില്ലെങ്കിൽ പിന്നെ സേവിക്കുന്ന പിശാചിനെയാണ്. രണ്ടുപേരേ ഉള്ളൂ, ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ പിശാച്. അപ്പൊ പിശാചിനെ സേവിച്ചാൽ എന്നാ സുഖം കിട്ടുമെന്ന് അറിയണ്ടേ? So it's a judgment, it is a recompense for the people. എത്ര സുവിശേഷം പുറത്തു വരണ്ട, ഭൂതത്തെ പുറത്താക്കുന്ന കണ്ടിട്ട് അവർക്ക് പുറത്തു വരണ്ട, ഭൂതം എണ്ണിപ്പിക്കുന്ന അനുഭവിച്ചിട്ട് So God is going to release those demons in the hell, in the underworld,
and let it come upon the face of the earth and afflict people for 5 months. Correct. That's what it is. അതാണ് പറഞ്ഞത് ഇനിയുമുള്ള 3 കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം കഷ്ടം. And the 6th, അപ്പൊ ഒന്നാമത്തെ കഷ്ടം കഴിഞ്ഞു, അടുത്ത വരുന്നു 6ാമത്തെ ദൂതനെത്തി. അപ്പോഴും I'm not going to explain it, പക്ഷേ ഒന്ന് നോക്കിയാൽ ദൈവസന്നിധിയിലെ verse 13 6ാമത്തെ ദൂതനൂതി, അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണ്ണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള 6ാം ദൂതനോട്, യൂഫ്രട്ടീസ് എന്ന മഹാനദീ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടാൻ പറയും. Okay, release those 4 angels bound at Euphrates. ആ ഒരു പ്രയോഗം ശ്രദ്ധിച്ചോ. താഴെ വായിച്ചു നോക്കിയാൽ വിശദീകരിക്കുന്ന നേരമില്ലാത്തതുകൊണ്ട് ഇറ്റ്സ് ടോക്സ് അബൌട്ട് എ വാർ. പഴയ ചിത്രമാണ്, ഇന്നത്തെ ഭാഷയ്ക്ക് മനസ്സിലായിക്കോണം. പണ്ടത്തെ യുദ്ധത്തിൽ കൂടിയ യുദ്ധം കുതിരപ്പടയാണ്. ഇവിടെ കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000. Verse 16. പക്ഷേ കുതിരപ്പടയിൽ നിന്നാണെങ്കിൽ പോലും അവയുടെ വായിൽ നിന്ന്, Verse 17, the last part, വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെടും. കുതിരയുടെ വായിൽ നിന്ന് സാധാരണ തീയും പുകയും ഗന്ധവും വരാറില്ല. It is the language of the old time. പുസ്തകം എഴുതിയ കാലത്തെ ഭാഷയാണ്, നമ്മുടെ ഭാഷയ്ക്ക് മനസ്സിലാക്കണം. അന്നത്തെ കുതിരപ്പടയ്ക്ക് പകരം ഇന്ന് നിൽക്കുന്നതാണ് എയർഫോഴ്സ്. അന്ന് കുതിരപ്പുറത്ത് പോയി ആളെ വെട്ടിക്കൊല്ലണം, അല്ലാതെ സംവിധാനങ്ങളില്ല. പക്ഷേ ഇന്നത്തെ കാലത്താണ് ഈ പറയുന്ന മോഡേൺ വാർഫെയർ, തീയും പുകയും ഗന്ധവും. ഇറ്റ്സ് എ മോഡേൺ വാർ. ഇറ്റ്സ് എ പിക്ചർ. അന്നത്തെ ആളുകൾക്ക് യുദ്ധമാണെന്ന് മനസ്സിലാക്കണം, പക്ഷെ ടെറിബിൾ വാർ ആണെന്ന് മനസ്സിലാക്കണം. ഇന്നത്തെ നമുക്ക് കാര്യം കൂടുതൽ വ്യക്തമാകും. That means this is going to be a great war in the world. A great world war. പക്ഷെ എവിടെയാണ് ഇതിന്റെ കേന്ദ്രമെന്ന് നോക്കൂ. യൂഫ്രട്ടീസിന്റെ തീരത്താണ് ഈ ദൂതന്മാരെ ബന്ധിച്ചിരിക്കുന്നത്. യൂഫ്രട്ടീസ്, where is it? Euphrates, the river Euphrates in Iraq. In Iraq. അതിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഇവിടെയാണ്, യൂഫ്രട്ടീസിലാണ്. That's the 6th trumpet, a terrible war. അത് കഴിഞ്ഞിട്ട് 7ാമത്തെ ദൂതനൂതി. അപ്പോഴാണ് അനൗൺസ്മെന്റ് ഉണ്ടായത്. Chapter 11 and verse 15, ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു എന്ന അനൗൺസ്മെന്റ് ഉണ്ടാകുന്നത്. That means 7ാമത്തെ കാഹളം ഊതുമ്പോൾ that's the final war. With the final war, the kingdom will become Jesus' kingdom. പക്ഷേ പറഞ്ഞല്ലോ, ഈ 7ാമത്തെ കാഹളവും ഒരു സെറ്റാണ്. വേറെ 7 അതിനകത്ത് തുടങ്ങിയിരിക്കുകയാണ്. ഈ 7 എന്ന് പറയുന്നത് ചുരുക്കത്തിലൊക്കെ പറഞ്ഞാൽ, കാഹള ന്യായവിധിയിൽ 1/3 of the world was affected. But in the wrath while, not 1/3, all of the earth will be affected. മറ്റിടത്ത് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഇവിടെ മിക്കതും സംഭവിക്കുന്നത്. പക്ഷേ ഭാഗികമായിട്ടല്ല, കംപ്ലീറ്റ് ആയിട്ട്. 16ാം അധ്യായം, chapter 16 verse 2. ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുഖത്തുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണം ഉണ്ടായി. മനുഷ്യർ മൊത്തം വ്രണം വന്നു. മിസ്രൈമിലെ ഒരു വാക്കില്ല, മനുഷ്യർ വന്നു. വല്ലാത്ത ദുർവ്രണം. ഈവൻ ഒരു അറ്റോമിക് വാർ ഇന്നുണ്ടായ, അല്ല ഇന്നത്തെ കെമിക്കൽ വാർ, ഇന്നത്തെ ബയോളജിക്കൽ വാർ ഉണ്ടായാൽ, think about the consequences. എത്ര കാലം മനുഷ്യൻ സിക്കാവും. ഈവൻ 2ാം ലോക മഹായുദ്ധ കാലത്ത് ആ യുദ്ധം കഴിഞ്ഞപ്പോഴ് അവിടുത്തെ എത്ര മനുഷ്യര് അംഗവൈകല്യമുള്ളവരായി, പിന്നെ ജനിക്കുന്ന കുട്ടികൾ അംഗവൈകല്യമുള്ളവരായി. And much more serious is the consequences of the modern war. അതാണ് പറയുന്നത്. Then 2ാമത്തവന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു. അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെ ആയിത്തീർന്നു. 3-1 കംപ്ലീറ്റ്.
മൂന്നാമത്തവന്റെ കലശം നദികളിൽ നീരുറവുകൾ ഒഴിച്ചു. മറ്റേത് കയ്പായി, ഇത് മരിച്ചവന്റെ രക്തം പോലെയായി. അപ്പോ വാട്ടർ സപ്ലൈക്ക് ചുമതലയുള്ള ദൈവത്തിന്റെ ദൂതൻ എന്ന് പറയുന്നത് വെരി ഗുഡ്, ഇറ്റ് ഷുഡ് ബി സോ. ദൂതൻ പറയാൻ there is an angel responsible for all the waters. ആ ദൂതൻ പറയുന്നത് കുടിക്കാൻ വെള്ളം കൊടുത്തപ്പോഴേ മനുഷ്യൻ ആരാ സ്വത്രം പറഞ്ഞു? ഇന്നത്തെ മനുഷ്യൻ ദൈവം കൊടുക്കുന്ന വെള്ളം കുടിച്ചിരിക്കുന്നതാണ്. എന്നിട്ടും ദൈവത്തെ ബഹുമാനിക്കാതെ അഹങ്കാരവും പറഞ്ഞ് നടക്കുമ്പോഴേ ദൈവം വെള്ളം കൊടുത്തിരുന്നാലും ഒരെണ്ണം ജീവിക്കത്തില്ല. അപ്പൊ ദൂതൻ അന്നേരം പറയാണ്, God, what you did is right. ദൈവം thankful to you, rather they wanted to shed the blood of your servants, therefore you have given them blood to drink. All right, then നാലാമത്തവൻ സൂര്യനിൽ ഒഴിച്ചു, നേരത്തെ അത് ഇരുണ്ടുപോയി, ഇവിടെ ചൂട് കൂടി. അത്യുഷ്ണത്താൽ മനുഷ്യൻ വെന്തുപോയി. Sunstroke everywhere, people die. അഞ്ചാമത്തവൻ മൃഗത്തിന്റെ സിംഹാസനത്തിൽ, ദാറ്റ് മീൻസ് അന്നത്തെ ക്യാപിറ്റൽ സിറ്റി കൊണ്ടുപോയി വെച്ചു. അപ്പൊ സംഭവിച്ച അവന്റെ രാജ്യം ഇരുണ്ടുപോയി. മിസ്രൈമിൽ കുരുട്ടുണ്ടായില്ലേ? സെയിം തിങ്, ടെറബിൾ ഡാർക്ക്നെസ്. കാരണം ഒന്നും പറയരുത്, പവറെല്ലാം നേരത്തെ കട്ട് ചെയ്തു. Then sixth, what happens? Again, it is affecting Euphrates. See that? Affecting Euphrates. എന്ത് സംഭവിച്ചു? കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന്. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർ എന്ന് പറയുമ്പോ ഇറാഖിന് കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർ. ഇറാഖിന് കിഴക്കുള്ള രാജ്യങ്ങൾ ഒന്ന് പറയാമോ? Countries east of Iraq. Come on, go ahead. Countries east of Iraq. Somebody. Pardon me? Iran, Pakistan, Afghanistan, India, China, and countries on this side. അവിടുന്ന് രാജാക്കന്മാർക്ക് വരാൻ വേണ്ടി യൂഫ്രട്ടീസ് നദി പറ്റിപ്പോയി. The river Euphrates dried, that the kings of the east might come to the west, cross Euphrates and come to, I don't know, Armageddon എന്ന സ്ഥലത്ത് വരും. They will be brought to a place called Armageddon, which is the valley of Megiddo in Palestine, for a war. And the war is with Jesus Christ. That is the final war, just before the appearance of the Lord Jesus Christ. ആ യുദ്ധത്തിലാണ് രാജാവിനെ തോൽപ്പിച്ച് രാജാവിനെ അറസ്റ്റ് ചെയ്ത് പെർമനന്റ് ജയിലിലാക്കും. കൂടെയുള്ള മുഴുവൻ ആളുകളെയും സൈന്യത്തെയും കൊന്നുകളയുന്ന ഒരു ഭയങ്കര യുദ്ധമുണ്ടാവും. ആ യുദ്ധത്തിന് വേദി ഉണ്ടാക്കാനാണ് ഈ ആറാമത്തെ ന്യായം. The river Euphrates is dry. എന്ന് പറയുന്നത് 3 അഷ്ടാത്മാക്കൾ പോകും അന്നത്തെ 3 ലീഡേഴ്സിന്റെ വായിൽ. അവർ പോയിട്ട് ഭൂമിയിലുള്ള എല്ലാവരെയും യുദ്ധത്തിന് ഒരു പ്രേരണ കൊടുത്ത് കൂട്ടിക്കൊണ്ടുവരും. There is no need of a war. One kingdom, one ruler. There is no need for a war. പക്ഷേ ഭൂതം ബാധിച്ചവന് ചെയ്യുന്ന എന്താണെന്നറിയോ? ഈ ഭൂതം പോയി മനുഷ്യനെ മുഴുവൻ യുദ്ധത്തിന് കൂട്ടിക്കൊണ്ടുവരും. പക്ഷെ God has a purpose in it. God will judge the armies of the whole world, the kings of the whole world, destroy them, and then come and take the kingdom. These are the judgments of the tribulation time. ദൈവത്തിന്റെ ജനം പോയി കഴിഞ്ഞാൽ ഉടൻ തുടങ്ങുന്ന ന്യായവിധി യേശു തിരിച്ചു വരുന്നത് വരെ ഇറ്റ്സ് ടൈം ഓഫ് ടെറബിൾ ട്രബിൾ ആൻഡ് ജഡ്ജ്മെന്റ് അപ്പോൺ ദി എർത്ത്. And the purpose is to establish God's kingdom. Jesus will come and establish his kingdom. Isaiah chapter 19 verse 11 onwards explains the establishment of the kingdom of God, which we will come to later. So ഇതാണ് judgments. Let us keep on the main focus, which is the establishment of the kingdom of God.
ദൈവരാജ്യ സ്ഥാപനമാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം. ഇതിനകത്ത് സംഭവിക്കുന്ന മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാനൊന്ന് കൊണ്ടുപോവുകയാണ്. Little difficult to understand, but stay with me. തന്നെയല്ല, now you have to be real students, because to teach you that you need a student mentality. അവസാനം കേട്ടുകൊണ്ടിരിക്കുന്ന പോലെ കേട്ടാൽ അടുത്ത കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. So you need to respond, because these lessons are a little difficult. Even though difficult, I'll try to make it as simple as possible, but just try to respond. Then only I can know that you understand what I say. Of course, the things that I said so far was not that difficult, but these things are very difficult. Would you turn to chapter 13? ഇവിടെ പറയുന്ന കാര്യം the establishment of the kingdom of God എന്നാണ് പറയുന്നത്. ലോകരാജ്യത്വങ്ങളെ നീക്കിയിട്ടാണ് ദൈവരാജ്യം സ്ഥാപിക്കുന്നത്. നമുക്ക് എല്ലാവരും come back to chapter 11 and verse 15 one more time. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ Right. ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും Okay, ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. The kingdoms of the world have become the kingdom of our God and of his Christ. The kingdoms of the world, ലോകരാജ്യത്വം നമ്മുടെ കർത്താവ് ഏറ്റെടുക്കും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പ്രോസസ്സാണ് ഈ 13-ാം അധ്യായം വിശദീകരിക്കുന്നത്. Okay. Now, let's come to chapter 13. എന്നിട്ട് ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലൊന്ന് നല്ല പോലെ ഒന്ന് സ്റ്റോർ ചെയ്യണം. ആ ഡാറ്റ അത്രയും ഒന്ന് സ്റ്റോർ ചെയ്തിട്ട് വേണം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. 13-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചേക്കാം. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം അങ്ങനെ വായിക്കുന്നതിനേക്കാൾ ഞാൻ ഒന്ന് പറഞ്ഞു. This is the beast. അവ എവിടുന്ന് വരുന്നെന്ന് പറഞ്ഞിരിക്കുന്നത്? സമുദ്രത്തിൽ നിന്ന്. A beast coming out of the sea. എല്ലാ വാക്കും ശ്രദ്ധിച്ചോ. A beast coming out of the sea. സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. ആ മൃഗത്തെ നോക്കിക്കോളൂ. എന്താ വിശദീകരണം പറഞ്ഞിരിക്കുന്നത്? ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും. അതിന് മുമ്പിലത്തെ കാര്യം 7 തലയും it has 7 heads, 10 horns and 10 crowns upon those horns. 7 heads, 10 horns and 10 crowns. And the beast looked like what? പുള്ളിപ്പുലിക്ക് സദൃശ്യമായ ഒരു മൃഗം. Looks like a leopard. But അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും but the leg like a bear. വായ് സിംഹത്തിന്റെ വായ് പോലെ. Right. Why? Or the face is like lions. So it's a mixture of different beasts. The mixture of what? Lion, bear, and leopard. Comes from where? The sea. Okay, then. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ഈ മൃഗത്തിൽ മഹാസർപ്പം. എന്താണ് മഹാസർപ്പം? Would you go to the dragon? This is it. This is called dragon. മഹാസർപ്പം. ഇതിനെ മനസ്സിലാക്കാൻ would you turn to chapter 12 and verse 3?
മറ്റൊരു അടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. മറ്റതുപോലെ തന്നെ ഇതും എന്താണ്? 7 തല, പിന്നെ 10 കൊമ്പ്, തലയിൽ 7 രാജമുടിയുമായി. തലയിൽ 7 രാജമുടി. 7 crowns. മറ്റത് 10 crowns upon the 10 horns. This is 7 crowns upon the 7 heads. So this has 7 heads and 10 horns, just like the other beast. So this is a dragon. And what is this dragon is clearly stated in the same chapter. What is this dragon? Verse 9. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളയും. അയാളുടെ എല്ലാ പേരും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാച്, സാത്താന് എന്ന മഹാസർപ്പമായ പഴയ പാമ്പ്. പഴയ പാമ്പ് പറയുന്നത് the one in the garden of Eden. അപ്പൊ കൂടുതൽ എക്സ്പ്ലനേഷൻസിന് പോകണ്ട. This is the real picture of the devil. തലവനുണ്ട്, പിശാചാണ് ഇയാൾ. ഈ മഹാസർപ്പം, now coming back to chapter 13, എന്ത് ചെയ്തു? Verse 2 അവസാനമാണല്ലോ. മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും മറ്റേ മൃഗത്തിന് കൊടുത്തു. Go back to the base please. Okay. അപ്പൊ ഈ മഹാസർപ്പം ഒന്നും പറയുന്നു എന്തൊക്കെയാണ്? Look into the book. ശക്തിയും സിംഹാസനവും വലിയ അധികാരവും ഈ മൃഗത്തിന് മഹാസർപ്പം കൊടുത്തു. Okay, then അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ one of the heads out of the 7 was wounded. മരണകരമായ മുറിവേറ്റ്, terribly wounded to the point of death. പക്ഷേ അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. it was healed. എന്താണ് സംഭവിച്ചു? സർവ്വഭൂമി മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. മൃഗത്തിന് അധികാരം. ഇതിന് ഈ മരണകരമായ മുറിവ് പുറത്തു പോയത് കണ്ടപ്പോൾ ജനം എല്ലാം അന്തപ്പെട്ടു. മരിച്ചു എന്നാ വിചാരിച്ചത്. പക്ഷേ ജീവൻ വെച്ചത് കണ്ടപ്പോ ആളുകൾ ഇതിനെ കണ്ട് അതിശയിച്ചു. സർവ്വഭൂമി മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. ഈ മൃഗത്തിന് വലിയ അധികാരവും സിംഹാസനവും പിന്നെന്താണ് ശക്തിയും മഹാസർപ്പം കൊടുത്തു. അത് നിമിത്തം ആളുകൾ മഹാസർപ്പത്തെയും നമസ്കരിച്ചു. പിന്നെ വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിന് ലഭിച്ചു. ഈ മൃഗത്തിന് back to the base place. ഇതിന് വമ്പ ദൂഷണവും സംസാരിക്കുന്ന വായ എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ പൊങ്ങച്ചം. Is very proud, speaks proud words. അങ്ങനെ പൊങ്ങച്ചും വീമ്പും പറയും. 42 മാസം പ്രവർത്തിക്കാൻ അധികാരവും ലഭിച്ചു. ഇതിന്റെ ഭരണകാലം 42 months, which means 3.5 years. Okay, then അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ് തുറന്നു. അപ്പൊ ഇത് വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ കിട്ടിയെന്ന് പറഞ്ഞില്ലേ? ദുഷിക്കുന്ന ദൈവത്തെയും ദൈവത്തിന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ് തുറന്നു. This blood speaks against God, against his saints, against heaven. സ്വഭാവം. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. Okay, he got authority over the saints to fight against them and overcome them. അന്ന് ദൈവത്തിന്റെ കുറെ ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ അവരോട് യുദ്ധം ചെയ്ത് ജയിപ്പാൻ ഇതിന് അധികാരം കിട്ടി. ലോകസ്ഥാപനം മുതൽ
അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ The നമസ്കരിക്കും. whole world will worship it. ഈ മൃഗത്തെ സകല മനുഷ്യരും നമസ്കരിക്കും. അതായത് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ല എല്ലാവരും നമസ്കരിക്കണം. അപ്പൊ അങ്ങനെ നമസ്കരിക്കേണ്ടി വരുന്ന ഒരു മൃഗമാണ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. സർവഗോത്രത്തിന്മേലും ഭാഷമേലും വംശത്തിന്മേലും അധികാരം കിട്ടിയെന്നുണ്ടല്ലോ. ഏഴാം വാക്യത്തിൽ സെക്കൻഡ് വൺ, സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും ഇതിന് അധികാരം ലഭിച്ചു. ഓക്കെ, ഇത്രയാണ് മൃഗത്തെ കുറിച്ചുള്ള വിശദീകരണം. ഒന്നൊന്ന് പറയാം, ഈ മൃഗത്തെ ഒന്ന് നോക്കിയിട്ടൊന്ന് പറയാം. മൃഗം എവിടുന്ന് വരുന്നു? സമുദ്രത്തിൽ വരും. അതിനെ കണ്ടിട്ട് എങ്ങനെ ഇരിക്കുന്നു? ആദ്യത്തെ കാര്യം 7 കൊമ്പ്, 7 തല, 10 കൊമ്പ്, കൊമ്പുകളിൽ 10 ഞാലുകുടി അല്ലെങ്കിൽ കിരീടങ്ങൾ. പിന്നെ കണ്ടാൽ മൃഗം പുള്ളിപ്പുലിക്ക് സദൃശം, കാൽ കരടിയുടെ കാൽ പോലെ, വായ് സിംഹത്തിന്റെ വായ് പോലെ. എന്നിട്ട് ഇതിന് അധികാരം കൊടുത്തു. ആര് കൊടുത്തു? മഹാസർപ്പം. എന്തെല്ലാം കൊടുത്തു? തന്റെ ശക്തിയും വലിയ അധികാരവും സിംഹാസനവും കൊടുത്തു. എന്നിട്ട് ഇതിന്റെ തലകളിൽ 1 മുറിവേറ്റു, മരണകരമായ മുറിവേറ്റു, മുറിവ് പുറത്തുപോയി. അത് കണ്ടപ്പോൾ ആളുകളെല്ലാം അതിശയിച്ച് ഇതിനെയും നമസ്കരിച്ചു, അതിന് അധികാരം കൊടുത്ത മഹാസർപ്പത്തെയും നമസ്കരിച്ചു. എന്നിട്ട് ഇതിന് പ്രവർത്തിക്കാൻ എത്ര കാലം കൊടുത്തു? 42 years. പിന്നെ വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിന് കിട്ടി. ദൈവത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദൈവത്തിന്റെ കൂടാരത്തെയും ദുഷിപ്പാൻ ദൈവ ദൂഷണത്തിനായി വായി തുറന്നു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തവരെ ജയിപ്പാൻ ഇതിന് അധികാരം കിട്ടി. വിശുദ്ധന്മാരുടെ മേൽ മാത്രമല്ല, സർവഗോത്രത്തിന്മേലും ഭാഷമേലും വംശത്തിന്മേലും ജാതിമേലും ഇതിന് അധികാരവും കിട്ടി. ലോകസ്ഥാപനം മുതൽ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരിട്ടിട്ടില്ലാത്ത ഭൂവാസികളൊക്കെ ഇതിനെ നമസ്കരിക്കും. ഇത്രയാണ് വിശദീകരണം. ഈ വിശദീകരണം ഇത്രയും കേട്ടാൽ ഇതിന് മൃഗമല്ല എന്ന് മനസ്സിലാക്കാമല്ലോ. The explanation itself speaks to us that this is not just a beast. This is not an animal. It represents something else. But this is explained and interpreted in chapter 17. The whole chapter is the interpretation of this beast, which we will not do now, but I'm just saying it now. It is the interpretation of chapter 13. Now, in Bhagavate, we need to understand this beast a little bit. First of all, let us make a little bit of observation about this beast. പറഞ്ഞ പാഠത്തിൽ തന്നെ ഒരല്പം ഒബ്സർവേഷനിലേക്ക് നമ്മൾ പോയാൽ ഇതിന് അല്പകാര്യങ്ങൾ അവിടെ തന്നെ നോക്കിയാൽ ഇതെന്താണെന്ന് ഏറെക്കുറെ ഒരു വിവരം. അതായത് verse 2. രണ്ടാം വാക്യം തുറന്ന് വായിച്ചേക്കാം. രണ്ടാം വാക്യം. No, not 17. Chapter 13. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും ഈ മൃഗത്തിന് കൊടുത്തു. So it is a beast with power, with throne, and with great authority. Okay? Power, throne, and great authority. Verse 7. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. So his authority extends to the whole world. It has a universal
universal authority and power and throne. And verse 8. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. അപ്പൊ ലോകത്തിലെ ആളുകൾ നമസ്കരിക്കേണ്ടി വരുന്ന ഒരു മൃഗം. സോ നമ്മൾ പറഞ്ഞ 3 പോയിന്റ് ഒന്നുകൂടെ എടുത്ത് പറഞ്ഞ a beast, not a beast actually, it represents someone who has great power, throne and great authority. And the authority is over the whole world. It's a universal authority. And also, it will be an object of worship for the people. എന്ന് പറയുമ്പോൾ സിംഹാസനം ഭരണാധികാരിക്കല്ലേ? So it represents a ruler, a king, represented in this way, pictured in this way. Amen. മനസ്സിലാക്കാൻ സ്വല്പം പാടില്ല. സാരമില്ല. Let us get to Daniel chapter 7. Daniel 17 അധ്യായത്തിലേക്ക് പോകാം. ഓടിച്ചു വായിച്ചു. First verse onwards. ബാബേൽ രാജാവായ ബേൽശസ്സറിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. അവൻ സ്വപ്നം എഴുതിയ കാര്യത്തിന്റെ സാരം വിവരിച്ചു. ദാനിയേൽ വിവരിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയേറി വന്നു. 122 slide. ഓക്കെ, എന്താണ് 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വന്നു. 120 കേട്ടോണേ, 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വന്നു. വെളിപ്പാട് 13 മൃഗം എവിടെ നിന്ന് കയറി വന്നു? സമുദ്രത്തിൽ. And these also from the deep waters, from the sea. എന്നിട്ട് ഒന്നാമത്തേത് സിംഹത്തോട് സദൃശ്യവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിന്റെ ചിറക് പറഞ്ഞു പോയി. അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി. അതിന് മനുഷ്യ ഹൃദയവും കൊടുത്തു. ഒന്നാമത്തത് സിംഹത്തിന് സദൃശ്യം. കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകണ്ട. ലുക്സ് ലൈക്ക് ലയൺ. നമ്മൾ ഈ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ മൃഗവും തമ്മിലുള്ള സാമ്യം നോക്കണം. റൈറ്റ്? ഇവിടെ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു, അവിടെ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ മൃഗത്തിന്റെ തല എന്തുപോലെ ഇരിക്കുന്നു? സിംഹത്തിന്റെ തല പോലെ ഇരിക്കുന്നു. ഇത് സിംഹം. അടുത്തത് രണ്ടാമത് കരടിയോട് സദൃശ്യമായ മറ്റൊരു മൃഗത്തെ കണ്ടു. അത് ഒരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിനിടയിൽ 3 വാരിയിൽ കടിച്ചു പിടിച്ചു. രണ്ടാമത്തെ മൃഗം കരടിയെ പോലെ ഇരിക്കുന്നു. What is the leg of the beast in chapter 13 of Revelation? കരടിയുടെ കാല്. അല്ലേ? Then what is the third beast? പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിന്റെ ഇടയിൽ 3 വാരിയിൽ കടിച്ചു പിടിച്ചും. അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാണ്. Go to the next verse and see what is the third beast. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശ്യമായ മറ്റൊന്നിനെ കണ്ടു. മൂന്നാമതെണ്ണം കയറി വരുന്നത് പുള്ളിപ്പുലിക്ക് സദൃശ്യം, like a leopard. അതിന്റെ മുതുകത്ത് Okay, that's leopard. And what is the beast in 13 looks like? Leopard. All right? Then one moment, I'm going to put it. ഇനിയും അതിന്റെ ഓക്കെ റൈറ്റ്. രാത്രി
രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള നാലാമതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. How about the beast in chapter 30? It also has 10 horns. Okay, then. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 പേരോടെ പറഞ്ഞു പോയി. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. ഇതിന് 10 കൊമ്പുകളിൽ 3 പേരോടെ പറഞ്ഞു പോയി. കാരണം ഇടയ്ക്ക് ഒരു ചെറിയ കൊമ്പ് മുളച്ചു. ആ ചെറിയ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണ് പോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. A mouth that speaks blasphemy. With the book of Revelation chapter 13, something goes with it. അതിന് സ്വന്തം ദൂഷണവും സംസാരിക്കുന്ന വായുണ്ട് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, now verse 9, verse 10. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ച് വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു ന്യായാസനങ്ങളെ വെച്ചു, ജഡ്ജ്മെന്റ് സീറ്റ്സ്, ജഡ്ജ്മെന്റ്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ജഡ്ജിരുന്നു. ജഡ്ജിന്റെ വിശദീകരണങ്ങൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഒരഗ്നി നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി 1000 പേർ അവന്റെ ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭയിരുന്നു. പുസ്തകങ്ങൾ തുറന്നു. കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദ നിമിത്തം ഞാൻ അന്നേരം നോക്കി മൃഗത്തെ കൊല്ലുകയും അതിന്റെ ഉടലിനെ നശിപ്പിച്ച് തീരിട്ട് ചുട്ടുകളയുകയും ചെയ്യുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ശേഷം മൃഗങ്ങളവിടെ ആധിപത്യം നീക്കഭവിച്ചു. എന്നിട്ട് ആയുസ് ഒരു കാലത്തേക്ക്, ഒരു സമയത്തേക്ക് നീണ്ടുവന്നു. 13 രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് ഞാൻ കണ്ടു. വെളിപ്പാട് 1:7. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. മനുഷ്യപുത്രൻ. ഇവിടെ മനുഷ്യപുത്രൻ. മനുഷ്യൻ ആകാശമേഘത്തിൽ കൂടെ വരാൻ പറ്റില്ല. ഈ മനുഷ്യപുത്രൻ പുതിയ നിയമം പറയുന്ന മനുഷ്യപുത്രൻ. See the Son of Man? This Son of Man is the Son of Man seen in the Gospels. Not an ordinary man. And he comes in the clouds, which represent the coming of Christ. എന്താണ് സംഭവിക്കുന്നു? അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവന്റെ പടുകൾ അടുത്തുവരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. Kingdom, authority and rule is given to the Son of Man. എപ്പോഴ് ഈ മൃഗത്തെ ന്യായം വിധിച്ചിട്ട്, ഏത് ദാനിയേൽ പ്രവചനത്തിൽ കണ്ട 4ാമത്തെ മൃഗത്തിന്റെ കൊമ്പ് സംസാരിച്ച വാക്ക് നിമിത്തം അതിനെ ന്യായം വിധിച്ചിട്ട് ആധിപത്യം മനുഷ്യപുത്രൻ കൊടുത്തു. അവൻ എന്നേക്കും വാഴും. But what I'm saying is, the beast that you find in chapter 13 in the book of Revelation is a combination of the beast that you find in Daniel chapter 7. All of them put together. All of them put together. What is the context of all this? In the book of Daniel, what is the context? Chapter 2, verse 28 and 29 explains the whole context.
എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഭാവി കാലത്ത് സംഭവിപ്പാനിരിക്കുന്നത് നെബൂഖദ്നേസർ രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നവും പള്ളിമെത്തയിൽ വെച്ച് തിരുമനസ്സിലുണ്ടായ ദർശനങ്ങളും ആവിത്. രാജാവെ, ഇനിമേൽ സംഭവിപ്പാനിരിക്കുന്നത് എന്തെന്നുള്ള വിചാരം പള്ളിമെത്തയിൽ വെച്ച് തിരുമനസ്സിലുണ്ടായി. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ സംഭവിപ്പാനിരിക്കുന്നത് അറിയിച്ചു. Nebuchadnezzar, the king of Babylon, the emperor of Babylon, established his kingdom, conquered many kingdoms, many countries, and formed his kingdom. എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോ തനിക്ക് രാത്രി കിടന്നപ്പോൾ ചിന്ത ഉണ്ടായി, what is going to be the future of life? ഒരു കാലം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടില്ലേ അതിന്റെ ഭാവി എന്താണെന്ന് ചിന്തിക്കാൻ സ്വാഭാവികമാണ്. He thought about it. അങ്ങനെ ഉറങ്ങിയപ്പോ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം ആള് മറന്നുപോയി. പക്ഷേ ദാനിയേൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പറയുകയാണ്, this is the context. രാജാവേ, when you went to sleep, you had been thinking about what is going to be the future of my kingdom. And God, who reveals the secrets and discloses to you the future of your kingdom. Chapter 2. And chapter 7 is another version of chapter 2. Chapter 2 was a vision given to the king. Chapter 7 is a vision given to the prophet of the same thing, to Daniel. Same thing. But speaking the same thing, we will come to it. അതേ കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ എന്താണ് സംഗതി? What will happen to the kingdoms of the world? What is going to be the final thing? Verse 44 of chapter 2. Daniel 2:44. What will be the final? ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാള് നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. That's going to be the end. സ്വർഗസ്ഥനായ ദൈവം ഈ രാജാക്കന്മാരുടെ കാലത്ത് ഒരു നാള് നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. God will establish a kingdom, removing the kingdoms of the world. God will establish a kingdom and it will stand forever and ever. അതിനാണ് ദർശനം കൊടുക്കും. അതിനാണ് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇതിന് മുഴുവൻ പറയാനുള്ളത്, അവസാനം സംഭവിക്കാനുള്ളത് ദൈവത്തിന്റെ രാജ്യത്തിന്റെ സ്ഥാപനമാണ്. ഞാൻ പാഠത്തിൽ ആദ്യമേ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ഭൂമിയിൽ സാധിക്കാനുള്ള കാര്യം ലോകം മുഴുവൻ അവിടുത്തെ ആധിപത്യത്തിന്റെ കൊണ്ടുവരണം. അവിടുന്ന് ഉണ്ടാക്കി, അവിടുന്ന് എല്ലാത്തിന്റെ എല്ലാം കൊടുത്തു. ഈവൻ അതിനെ രക്ഷിക്കാൻ വഴിയുണ്ടാക്കി. എന്നിട്ടും അവിടുത്തെ വേണ്ടാത്ത സകല ജനത്തെയും ദൈവത്തിൽ തന്റെ ആധിപത്യത്തിൽ കൊണ്ടുവരണം. It is his legal right. It must happen. His purpose of creation cannot be defeated. And it will not be defeated. God will rule the whole world. അത് ഈ രാജാക്കന്മാരെ നീക്കിയിട്ട് ദൈവം തന്റെ രാജ്യം സ്ഥാപിക്കും. എന്താണ് നമ്മളിപ്പോ പറയുന്നതിന്റെ ആശയമെന്നും ഈ വചനം പറഞ്ഞു കൊടുത്തതിന്റെ അർത്ഥമെന്നും പറഞ്ഞാൽ, ലോകത്തിന്റെ സ്ഥിതി കണ്ടിട്ട് കാലങ്ങളെയും സമയങ്ങളെയും വിവേചിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവരാജ്യം വരും. ദൈവരാജ്യം എപ്പോൾ വരും എന്ന ചോദ്യം ആളുകൾക്കുണ്ട്. And the Bible gives its answer. വെളിപ്പാട്, the whole subject matter is the establishment of the kingdom of God. And the question is, when shall be the establishment of the kingdom happen? When will it happen? അതാണ് ഈ ദർശനത്തിൽ കൂടെ പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ രാജ്യം വരും. അത്ര പറഞ്ഞത് രാത്രി നിർത്തുന്നു. We will continue tomorrow with the same lesson. പക്ഷെ ഇന്ന് രാത്രി പറഞ്ഞ ഇത്രയും കാര്യം ഓർമ്മയിൽ വെച്ചൊന്നും വേണം. നാളത്തെ തിരക്കിനിടയ്ക്ക് ഇത് അടിക്കായി പോകരുത്. വരുന്നതിന് മുമ്പ് അത് അടിക്കായി പോയെങ്കിലും എടുത്തൊന്ന് മൂടി വെച്ച് ഒന്ന് കൊണ്ടുവരണം. I would encourage you to read chapter 2 of the book of Daniel, chapter 7, chapter 8, and Revelation 13 and 17, which will help us learn it more easily. Daniel 2, 7, 8. Revelation 13 and 7. Amen. ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, ദൈവരാജ്യം വരും. അതാണ് ദൈവത്തിന്റെ ഭൂമിയിൽ സ്ഥാപിക്കാനുള്ളത്. പുസ്തകത്തിന്റെ മുഴു കാര്യം അതാണ്. എന്നിട്ട് we'll look into the lesson tomorrow and see how close we are to the establishment of the kingdom of God. And also,
ദൈവത്തിന്റെ വചനം എത്ര സത്യമായി വിശ്വസിക്കാൻ കൊള്ളാമോ ഇല്ലയോ എന്ന് even our young people must understand that this book is trustworthy. In the midst of all the criticisms from the world, ridiculing from the world, that every one of us be bold and courageous and confident that the book that we read, we teach, we believe is right, infallible, authentic. It cannot be changed. Amen? Praise the Lord.